ഇന്നൊരു സിമ്പിൾ വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള കറിയാണ്. ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ പച്ചക്കറി നന്നായിട്ട് മഞ്ഞപ്പൊടി ഉപ്പും വെച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെക്കണം കേട്ടോ. അതിനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. അങ്ങനെ വാഷ് ചെയ്ത് വെച്ച വെണ്ടയ്ക്കയാണിത്. അപ്പോൾ ആദ്യം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് വെണ്ടയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ചൊന്ന് ആയി വരുമ്പോഴത്തേക്ക് ഒരു പകുതി ആവുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിലോട്ട് കടുകും കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഉണ്ട്. അതിൽ ഫസ്റ്റ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം മുഴുവൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കായം ഉണ്ടായിരുന്നില്ല, കായപ്പൊടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കായമാണ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അത്യാവശ്യം ഒന്നായി വരുമ്പോഴത്തേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ആ വെണ്ടയ്ക്കയും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിക്കുമ്പോഴത്തേക്ക് കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ടാറ്റാ ബൈ ബൈ, സീ യു.